പ്രസാദ് കൂടി ചേരുകയാണ് കൂടുതൽ കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി. പ്രസാദ്, അങ്ങനെ MLA സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കൂടി വീണ്ടും ജയിലിലാവുകയാണ്. കേരളം മറ്റൊരു സംഭവം കൂടി, ആ സംഭവത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. ആദ്യത്തെ 2 കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലേക്ക് പോയിരുന്നില്ല. പക്ഷേ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ അതിഗുരുതരമായ പരാതിയുള്ള ഈ കേസിൽ MLA സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലാത്ത ഒരാൾ എന്തായാലും അഴിക്കുള്ളിലായിരിക്കുന്നു. ഇനിയിപ്പോൾ ജാമ്യാപേക്ഷയിലടക്കം രാഹുൽ ഉന്നയിക്കുന്ന വാദങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്, അല്ലേ? ഉറപ്പായും റോഷ്നി അതുതന്നെയാണ്. അതായത് 3 പരാതികൾ ഒരു ജനപ്രതിനിധിക്കെതിരെ ഉണ്ടാവുക, ആ ജനപ്രതിനിധി ഇപ്പോഴും അതേ സ്ഥാനത്ത് MLA സ്ഥാനത്ത് തുടരുക എന്നുള്ളത് അക്ഷരാർത്ഥത്തിലത് കേരളത്തിന് നാണക്കേട് തന്നെയാണ്. മാത്രവുമല്ല, ഇപ്പോഴുണ്ടായത് ആദ്യത്തെ 2 പരാതികളിൽ നിന്ന് നിയമത്തിൻ്റെ പഴുതുകളെല്ലാം ഉപയോഗിച്ച് പോലീസിൻ്റെ കയ്യിൽ പെടാതിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ മൂന്നാമത്തെ പരാതി വളരെ ശ്രദ്ധയോടുകൂടിയാണ് പോലീസ് കൈകാര്യം ചെയ്തത്. പരാതി കിട്ടിയതിന് ശേഷം അതീവ രഹസ്യമായി തന്നെ പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി പിന്നീട് FIR രജിസ്റ്റർ ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാനുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അങ്ങനെയാണ് ഇന്നലെ രാത്രിയേക്ക് ആ നീക്കം മാറ്റിവെക്കുന്നത്. വളരെ രഹസ്യമായിട്ടായിരുന്നു പോലീസ് ഇതിന് നേതൃത്വം നൽകിയത്. വളരെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇന്നലെ രാത്രി പാലക്കാട്ട് നടന്നത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാൻ കഴിഞ്ഞതും. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോഴെല്ലാം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥലത്ത് നിന്ന് പിന്നീട് അപ്രത്യക്ഷനാവുകയും ചെയ്തു. ഏറ്റവും അവസാനം ദിവസങ്ങളോളം മുങ്ങി നടന്നത് നമ്മൾ കണ്ടതാണ്. പോലീസ് എത്തുമ്പോഴേക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഏറ്റവും ഒടുവിൽ ഇതാ മൂന്നാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. അതിന് പിന്നാലെ കോടതി രാഹുൽ മാങ്കൂട്ടത്തിനെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ കഴിയുന്നു എന്നുള്ളതാണ്. ഈ സമയത്ത് മാവേലിക്കര സബ് ജയിലിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്യുന്നതെങ്കിൽ കൂടിയും പ്രതിക്ക് അതിൻ്റെ അടുത്ത ദിവസം മുതൽ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ശാസ്തമംഗലം അജിത്ത് എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പത്തനംതിട്ടയിലെ മജിസ്ട്രേറ്റിൻ്റെ വസതിയിലും എത്തിയിരുന്നു. പക്ഷേ ജാമ്യാപേക്ഷ പരിഗണിച്ചിരുന്നില്ല. ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നാളെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ജാമ്യാപേക്ഷ കൊടുക്കും, അത് പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റുന്ന വകുപ്പുകളല്ല പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നിയമവിദഗ്ധരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. എന്തായാലും ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നാളെ നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയും. പക്ഷേ ഇതിൽ ഞെട്ടൽ ഉളവാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ ക്രൂരതയാണ് പെൺകുട്ടിയോട് ചെയ്തത് എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്. ശാരീരിക ചൂഷണം കൂടാതെ പെൺകുട്ടിയെ മർദ്ദിക്കുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ളത് പറയുന്നു. മാത്രമല്ല, വിശ്വസിപ്പിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നുള്ളതാണ് പെൺകുട്ടിയുടെ മൊഴി. മാത്രവുമല്ല, സാമ്പത്തിക ചൂഷണം ഈ പെൺകുട്ടിയിൽ നിന്ന് നടത്തിയിരുന്നു. ആ ചെരുപ്പ് വാങ്ങിക്കുന്നതിന് വേണ്ടി 10,000 രൂപ വാങ്ങി. അതുപോലെ തന്നെ മറ്റ് പാർട്ടി പരിപാടികൾക്ക് വേണ്ടി പാലക്കാട് ഇലക്ഷൻ സമയത്ത് പണം വാങ്ങി. അതുപോലെ ചൂരൽമലയിലെ ആളുകളെ സഹായിക്കാൻ എന്ന പേരിൽ ഫെനിക്ക് 5,000 രൂപ അത് കൊടുത്തു. അങ്ങനെ കുറേ പണം അതിൻ്റെ ഭാഗമായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാനുള്ള നീക്കവും നടത്തി. 1,14,00,000 രൂപ വേണം എന്നാണ് ആ പെൺകുട്ടിയോട് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ അത്ര വലിയ തുകയായതുകൊണ്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നും പെൺകുട്ടി മൊഴി നൽകുന്നുണ്ട്. എന്തായാലും MLA എന്ന പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ടാണ് തന്നെ ഇതെല്ലാം ചെയ്യിച്ചത് എന്നുള്ളതാണ് പെൺകുട്ടിയിൽ മൊഴിയിൽ തുടക്കം മുതൽ അവസാനം വരെയും പറയുന്നത്. പെൺകുട്ടി അനുഭവിച്ച ദുരിതങ്ങൾ ആ മൊഴിയിൽ വ്യക്തമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ഗർഭിണിയായ സമയത്ത് പെൺകുട്ടിയെ നിർബന്ധിച്ചാണ് അങ്ങനെ ഗർഭിണിയാക്കിയതെന്നും പിന്നീട് ആ ഗർഭചിത്രം നടത്താൻ വേണ്ടി നിർബന്ധിച്ചതായും ഇതിൽ പരാതിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതായത് മറ്റൊരാളുടെ കുട്ടിയാണ് അത് എന്ന രീതിയിലൊക്കെ പറഞ്ഞപ്പോഴാണ് DNA പരിശോധനയ്ക്ക് വേണ്ടി ഈ പെൺകുട്ടി തയ്യാറാകുന്നത്. അങ്ങനെ DNA പരിശോധനയ്ക്ക് വേണ്ടി തയ്യാറായി രാഹുലിനോട് ചോദിച്ച സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായി പെൺകുട്ടി DNA പിന്നീട് നടത്താനുള്ള അതിൻ്റെ സാമ്പിൾ ശേഖരിച്ചു വയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതിനെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന്
DNA പരിശോധനയ്ക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് കുരുക്കാകും എന്നുള്ളതാണ് കരുതുന്നത്. മാത്രമല്ല, സാധാരണ ഈ വാട്സപ്പ് ചാറ്റുകളും ടെലിഗ്രാം ചാറ്റുകളും വോയിസ് റെക്കോർഡുകളും കൂടാതെ ധാരാളം തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പെൺകുട്ടി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുമ്പാകെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് ഏറെ ഗൗരവമുള്ളതായി മാറുന്നതും. പെൺകുട്ടി ഒരുപാട് തെളിവുകൾ പ്രത്യേക അന്വേഷണ സംഘം മുമ്പാകെ കൊടുത്തിട്ടുമുണ്ട്. അടുത്ത ദിവസം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വിദേശത്ത് നിന്ന് പെൺകുട്ടി കേരളത്തിലെത്തും. ആ 164 രഹസ്യമൊഴി രേഖപ്പെടുത്തും. രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു ശക്തമായ കേസായി ഈ കേസിനെ കൊണ്ടുപോകാൻ കഴിയും എന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതകൾ, അതിൽ 3ാമത്തെ പരാതിയിലാണ് ഇപ്പോൾ പോലീസിന്റെ കൈകളിലേക്ക് വന്നിരിക്കുന്നത്. ഒടുവിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് റോഷ്നി. അതെ, ഇനി ജയിലിൽ കിടക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ പരാതി, ഈ 3ാമത്തെ പരാതിക്കാരിയുടെ അതിജീവിതയുടെ ഗുരുതരമായ മൊഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വലിയ കുടുക്കിലേക്ക് എത്തിച്ചത്.